ബ്ലാക്ക് വ്യൂ എന്ന കമ്പനിയുടെ ബ്ലാക്ക് വ്യൂ BL9000 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് വ്യൂ BL9000 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MIL STD810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ്. പിന്നെ IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ തെർമൽ ഇമേജിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 8800 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ USB 3.0 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ല ബാറ്ററി കപ്പാസിറ്റിയും നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8020 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 35,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള പ്രോസസ്സർ മാത്രമാണ് ഈ ഒരു പ്രോസസ്സർ. അപ്പം ഇത് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് റഗഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 512 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 24 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മൊത്തത്തിൽ നമുക്ക് 36 GB റാം വരെ ഇതിൽ ലഭിക്കും, വെർച്വൽ റാമും കൂടി കൂട്ടിയിട്ട്. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. X-Axis ലീനിയർ മോട്ടർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്, നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഹാർമൺ കാഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. Android 14 ബേസ് ആയിട്ടുള്ള DocOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GN5ൻ്റെ സെൻസറാണ്. OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുള്ള നല്ല ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഫോണിൻ്റെ സൈഡിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം LCD പാനൽ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ അത് വരുന്നില്ല. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പൊതുവേ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്, ആ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരാറില്ല. ഫോണിൻ്റെ വെയിറ്റ് 412 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെയിറ്റ് വരുന്നുണ്ട്. സാധാരണ ഫോണുകളെക്കാളൊക്കെ ഡബിളിൽ കൂടുതൽ വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ തിക്നെസ് 17 mm വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഫോണുകളെക്കാളൊക്കെ ഡബിൾ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത് $429.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 35,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇത് ഓഫർ പ്രൈസിംഗ് ആണ്. ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് AliExpressൽ കാണിക്കുന്നത് 45,500 രൂപ എന്നുള്ള പ്രൈസിങ്ങിലാണ്. എന്തായാലും ഫീച്ചേഴ്സ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. റഗഡ് സ്മാർട്ട് ഫോണാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ്. പിന്നെ തെർമൽ ഇമേജിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നല്ല ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഹാർമൺ കാർഡൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ റാമും നല്ല ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ഡിസ്പ്ലേ അതുപോലെ തന്നെ പ്രോസസ്സർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ തിക്നെസ്സും വെയിറ്റൊക്കെ കൂടുതലും വരുന്നുണ്ട്. ഞാൻ ഇതുപോലുള്ളൊരു ഫോൺ എടുക്കുമെന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും എടുക്കില്ല. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തിക്നെസ്സും വെയിറ്റൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്രോസസ്സറോ ഡിസ്പ്ലേ ഇതിൽ വരുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.